ഓ നിങ്ങൾ കേട്ടോ? എന്താ എന്ത് പറ്റിയേ? ഇമാജിൻ ചെയ്യും, വർഷം 1980 കാലഘട്ടം കേരളത്തിൽ നിന്റെ വൈഫ് മിസ്സിംഗ് ആണ്. കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ഒരു ഒറ്റപ്പെട്ട ദ്വീപ്, അവിടെ ഒരു ഒറ്റപ്പെട്ട വീട്. പിന്നെ രാത്രിയായി കഴിഞ്ഞാൽ വീടിന് ചുറ്റും ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നു, വിൻഡോസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അടയുന്നു, നിങ്ങൾ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് മലയാളി ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു ഹൊറർ ഗെയിമാണ്. അതേ ഗൈസ്, തെക്ക് ഐലൻഡ്. ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് തെക്ക് ഐലൻഡ് ആണ് ഗൈസ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് ആ ഗെയിം എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. കമോൺ ഗൈസ്. ഒരു ചുമന്ന കല്ല് ആ മണ്ണിൽ പതിച്ച ദിവസം ആ നാടിൻ്റെ വിധി മാറി. അപ്രതീക്ഷിത മരണങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ, ഭയത്തിൻ്റെയും മരണത്തിൻ്റെയും നടുവിൽ ജനങ്ങൾ പോറ്റിയുടെ അടുക്കലെത്തി. പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ ഭയം തീരെ ഉണ്ടായില്ല. ആ ശക്തിയെ നിയന്ത്രിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കല്ല് പതിച്ച സ്ഥലത്തേക്ക് പോറ്റി നടന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, അഗ്നി ഉയർന്നു. വിറച്ചുപോയ ആ ചുമന്ന ശക്തിയെ പോറ്റി തൻ്റെ രൂപകൃതിയിലേക്ക് ആവാഹിച്ചു. പക്ഷേ ശക്തിയെ മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നില്ല. വീടിനകത്തെല്ലാം സാധാരണമായിരുന്നു. ചിരികളും ബന്ധങ്ങളുടെ ചൂടും ഒരു നിമിഷത്തേക്ക് ആ വീടിനെ നിറച്ചു. പക്ഷെ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തുനിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തൻ്റെ ഇടം കണ്ടെത്തി. ഒരു ശരീരം ഇപ്പോൾ അതിൻ്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിൻ്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അവനെ ചുറ്റിയ നിശബ്ദത ഭാരം കൂടിയതുപോലെ തോന്നി. പിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ നിശബ്ദത പോറ്റിയെയും പിഴുങ്ങി. അങ്ങനെ പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. പിന്നീട് അവിടെ നിറഞ്ഞിരുന്നത് നിശബ്ദതയല്ല, അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പായിരുന്നു. ഇന്ന് വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1800 രൂപയ്ക്കാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അന്വേഷിക്കപ്പെട്ടു വരുന്ന സുരേന്ദ്രക്കുറുപ്പ് ഇപ്പോഴും പിടിയിലായിട്ടില്ല. സംഭവത്തിന് ശേഷം സുരേന്ദ്രക്കുറുപ്പ് ഒളിവിൽ പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. മറ്റൊരു നിർണായകമായ കേസിലേക്കാണ് നമ്മൾ ശ്രദ്ധ ാണ്. അവസാനമായി കണ്ടത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നാണ്. സംശയകരമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരയെക്കുറിച്ച് വിവരങ്ങളുള്ളവർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പോലീസ്. അവനെൻ്റെ ഇടയിൽ കോൾ വിളിച്ചു. ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. ആക്ച്വലി ആ ഫോട്ടോയിൽ കാണിച്ചാണ് പുള്ളിയുടെ വൈഫ്, ഐ തിങ്ക് ആണ്. അതാണ്, ഐ മീൻ നമ്മൾ എല്ലാവരും, അതായത് ഇപ്പോൾ ആരാണോ ഈ ഗെയിം കളിക്കുന്നത് അവർ ഈ പ്ലെയറായിട്ടാണ്. അപ്പോൾ നമ്മുടെ വൈഫാണ് കളഞ്ഞു പോയിരിക്കുന്നത്. നമ്മുടെ മീൻസ് എൻ്റെ വൈഫാണ്. ഒരു ഇമാജിനറി വൈഫ് കളഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അവളെ കണ്ടുപിടിക്കാനാണ്. അയ്യോ, എൻ്റെ വാവ എവിടെ പോയോ എന്തോ. കണ്ടോ, വർഷം 1984. മലയാള മനോരഞ്ജനാണ് കേട്ടോ. മലയാള മനോരമ, ഇപ്പോഴത്തെ മലയാള മനോരമയാണ്. അപ്പം എന്തോ കോപ്പറേറ്റീവ് എല്ലാത്തിൻ്റെ ആയിരിക്കുകയാണ്, അറിയത്തില്ല. ഓഗസ്റ്റാണ്, മാസം ഓഗസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ഒരു പഴയ ആ ടൈപ്പിൽ ആ കാലത്തിലുള്ള റേഡിയോ ഉണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പോൾ അത് കേൾക്കണ്ട. പിന്നെ ടൈംസ് ഓഫ് കേരള, അന്ന് ടൈംസ് ഓഫ് കേരള ഉണ്ടായിരുന്നു. ഉണ്ടായിരിക്കില്ലല്ലേ. ടൈംസ് ഓഫ് കേരള ഉണ്ട്. പിന്നെ മുറിയിലൊരു ടൈപ്പ് റൈറ്റർ ഉണ്ട്. ചായ അത്യാവശ്യം കൊള്ളാം കേട്ടോ സംഭവം. ഈ ഒരു നമ്മുടെ ഈ ഫസ്റ്റ് വ്യൂവിൽ കാണുന്നത് നല്ല അത്യാവശ്യം രസമുണ്ട്. ആ ഒരു ഫീലൊക്കെ ഉണ്ട് കളിക്കുമ്പോൾ. എന്തുവാ നമുക്ക് ബൈ ദ വേ മൗസിൽ ഫ്രണ്ട് നമ്മുടെ
ലെഫ്റ്റ് കീയും റൈറ്റ് കീയും ഇതെല്ലാം പൊതുവെ യൂസ് ചെയ്യുന്നത് ഇതിൽ. പിന്നെ ഫോർവേഡ് നോർമലി ഉള്ളത് കീസാണ്. ഇതിങ്ങനെ ഞെക്കണം, അപ്പോൾ ലൈറ്റ് വീഴും. ഇതെന്തുവാ ഡോറ്? ഓക്കെ, കൊള്ളാം കേട്ടോ, നല്ല ബാത്റൂം. ആ സമയത്ത് ഇത്രയും അടിപൊളി ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നോ? ഓ, കണ്ടിട്ട് കക്കൂസി പോകാൻ തോന്നുന്നു. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഡോറിൽ തൊട്ട് അടയും കേട്ടോ. ആ സൗണ്ടൊക്കെ കണ്ടോ ഡോർ അടയുന്നേ? അപ്പം തന്നെ ഒരു പേടി വരും. ഇപ്പോൾ പുറത്ത് നമ്മുടെ നല്ല കിടിലം വെതറാണ്. നമ്മുടെ ഇവിടെ നാട്ടിലുള്ള വെതറാണ്. അതാണ് മെയിൻലി കൊടുത്തിട്ടുള്ളത്. ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്, പുള്ളി ക്രിക്കറ്റ് ഫാനാണ് കേട്ടോ. ചുമരിൽ അതെ, നമ്മുടെ ഇന്ത്യക്ക് ആദ്യം കപ്പ് മേടിച്ചെന്ന ആളൊക്കെ ഉണ്ട്, കാണാൻ തോന്നുന്നു. എന്താ തുറക്കാൻ പറ്റില്ല? ഓ, കണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടോ കേട്ടോ. 2 ഇതൊക്കെ ഫുഡ് സ്റ്റെപ്പൊക്കെ. ആ, കൃഷ്ണ നമസ്കാരം. ഇതെല്ലാം ഉണ്ടല്ലോ, മുരുകൻ, കൃഷ്ണൻ, ശിവൻ. ഫാനുണ്ട്, ടേബിൾ ഫാന്, ഒരു ഫോണുണ്ട്, ടെലഫോണുണ്ട്. കൊള്ളാം, അത്യാവശ്യം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്തെന്നറിയില്ല, എനിക്ക് ചെറിയ ലാഗും ഉണ്ട് കേട്ടോ. ഒപ്റ്റിമൈസേഷൻ അത്ര സെറ്റ് ആവുന്നില്ല. ഒരു സോഫയുണ്ട്. ആ ടൈമിൽ ഇത്ര അടിപൊളി സോഫയൊക്കെ ഉണ്ടോടെ. ഇത് പുള്ളിയുടെ അമ്മയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ആക്ച്വലി നമ്മൾ ഈ ഫോട്ടോയിൽ നിൽക്കുന്നുണ്ടോ പുള്ളി. പിന്നെ കിച്ചൺ ഏരിയ ആണ്ട, ചെറിയൊരു ബഫറിങ് ഉണ്ട് എനിക്ക് കേട്ടോ, കുഴപ്പമില്ല. ഫ്രിഡ്ജൊന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ. കത്തിയൊന്നും എടുക്കാൻ പറ്റില്ല. ഇല്ല, ഇതൊക്കെ ഡമ്മിയാണ് കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചായ ടേബിള്. ആ സൗണ്ട് കേൾക്കുമ്പോഴേ ഒരു വിരിവിരിപ്പ്. ഓ, നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇത് നമ്മുടെ തിങ്സ് പിക്ക് ചെയ്യും കേട്ടോ. ബുക്ക് ഹിയർ. ഞാൻ കുറച്ചൊക്കെ ഗെയിം പ്ലേ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ വളരെ ലേറ്റായിപ്പോയി ഗൈസ് ഞാൻ ഇതിൻ്റെ ഗെയിം മേടിച്ചപ്പോൾ. എന്തായാലും നിങ്ങളും വാങ്ങി കളിച്ച് നോക്ക്. ഞാനും കളിച്ചിട്ട് എന്തായാലും അതിൻ്റെ ഹോണസ്റ്റ് റിപ്ലൈ പറയാം ഗൈസ് കേട്ടോ. അവൾ എവിടെ? ഹൂ ദ ഫക്ക് ഇസ് ദാറ്റ് ബ്രോ? എന്താ, ആരാ? എന്തുവാ കത്തൊക്കെ? ലൈസൻസ് എന്തിൻ്റെയൊക്കെ ലൈസൻസാണ് കേട്ടോ. ആരാ ഡോറ് തട്ടിയതാരാടാ? കമ്പ്യൂട്ടർ. പുള്ളി ഭയങ്കര സെറ്റപ്പൊക്കെയാണ് കേട്ടോ, കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. 80s ഇത്ര ഇതുണ്ടോ? അതെ, ആക്ച്വലി നമുക്ക് ഇതുപോലത്തെ ക്ലൂസ് ഒക്കെയാണ് കേട്ടോ, ഇങ്ങനത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യേണ്ട സംഭവങ്ങളും. നിന്റെ ഭാര്യ ഇവിടെയുണ്ട്. ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈസ്റ്റ് നോർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ലെറ്റ്സ് ചെക്ക്. കീ എന്തിൻ്റെയാ കീ? അഡറ്റ് ഇൻവെൻട്രി. കാർ കീ ആണ് കേട്ടോ. ഓ, കാറൊക്കെ ഉണ്ട്. ഓ, നമ്മൾ തപ്പിപ്പോവാണ് ഗൈസ്. കണ്ടോ, ഇതാണ് നമ്മളെ മെയിൻ ക്യാരക്ടർ. കണ്ടോ, നൈസായിട്ട് ആ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. ആ വെതറും നല്ല നാടൻ തനിമ വെതർ. മറ്റേ പറയുന്നല്ലേ നല്ല ആൽക്കഹോളിക് വെതർ എന്ന് പറയുന്ന പോലെ നല്ല സണ്ണി വെതർ. കാറ്. ഓ, കാറിൻ്റെ അകത്ത്
ലോർഡ് ഗണപതി ഗണേഷ്. കണ്ടോ ചുറ്റിലും ആ ഒരു സംഭവം. വണ്ടി ഓഫായി. ചെറിയൊരു എനിക്ക് ഇത് ഒപ്റ്റിമൈസേഷനിൽ എന്തൊക്കെയോ കുറച്ച് ഇഷ്യൂ തോന്നുന്നുണ്ട് കേട്ടോ. എന്തുവാ ഇങ്ങനെ എനിക്ക് ചെറിയ ലാഗൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇല്ല ഇടയ്ക്ക്. Here we go guys. നമ്മൾ ഐലൻഡിലോട്ട് പോവാണ്. വഞ്ചിയിലാണ്. അതാ ആ കാണുന്നതാണ് ഐലൻഡ്. കാണുമ്പോഴേ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എൻ്റെ ഓഡിയോ മ്യൂസിക്കൽ ഏരിയ വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. സംഭവം ഇവിടുത്തെ വെതർ പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം ചാറ്റമഴയുണ്ട്. അവിടെ അറ്റത്ത് സൂര്യനെ കാണാം. ഒരു 5 മണി 5:30 ടൈം. ഫോഗുണ്ട് അത്യാവശ്യം. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് ഞെക്കിപ്പോയാൽ റൺ ചെയ്യുമെന്നാണ് പറയുന്നുണ്ടോ. ദാറ്റ് മസ്റ്റ് ബി ദ ഹൗസ്. ഓക്കെ, ഇതായിരിക്കണം. അല്ല, ഇതാവണം. ഇത് തന്നെയാണ്. എനിക്കാണ് രോമാഞ്ചം എടുക്കുന്നത്. ആ മ്യൂസിക് സംഭവം വേറൊന്നും നോർമൽ ഇല്ലെങ്കിലും സൗണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ കോവിലകത്ത് എൻ്റർ ആയിരിക്കുകയാണ്. എനിക്കാണ് രോമാഞ്ചിഫിക്കേഷൻ. വീഡിയോ എടുത്തോണ്ട് നിനക്ക് പിന്നീട് തന്നൂടെ? പേടിച്ചുപോയി. എൻ്റെ ഒരു ഫ്രണ്ട് വന്നതാണ് ഗൈസ്. സോറി, പേടിച്ചുപോയി ഞാൻ. വാവ്, എന്താ പതുക്കെ നടക്കുന്നത്? കുറച്ച് സ്പീഡിൽ നടന്നൂടെ? സ്പീഡിൽ പോയാൽ ഓടും. ചാത്താൻ സേവയാണോ ഇവിടെ? എന്തോ പെട്ടി. ഇതൊരു പസിൽ സോൾവിങ് ഗെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചുറ്റുപാടും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ബേസിക്കലി ഉള്ളത്. എന്തോ കിടപ്പുണ്ടല്ലോ. എന്താ മറ്റേ അതുപോലത്തെ ഒരു പേപ്പർ. നീ വന്നുവല്ലേ, മുമ്പ് ഒരാൾ ഇവിടെ എത്തിയിരുന്നു. അവൾ സത്യം തേടി. എത്തിയിരുന്നു. അവൾ സത്യം തേടി. അവൾ ഇവിടെ നിന്നും പോയിട്ടില്ല. ഒരു സസ്സടിക്കുന്നുണ്ടല്ലോ. സംതിങ് ഈസ് കുക്കിംഗ് ദെയർ. എന്തൊക്കെയോ കൊള്ളാമല്ലേ? ഈ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫീല് കൊടുക്കുന്നുണ്ടോ? അതൊക്കെയാണ് മെയിൻ. ആ പുറകിൽ ആ വെതറിൻ്റെ സൗണ്ട് കണ്ടോ? ചാറ്റമഴ. ഇതെന്തോടി കാണുമ്പോഴേ പേടിയാവുന്നു. കൊലച്ചൊരു വാഴ, കപ്പക്കൊലയാണെന്ന് തോന്നുന്നു. തെങ്ങ് കണ്ടോ? ആ ഒരു നൈസ്, അത്യാവശ്യം കൊള്ളാം കേട്ടോ. സൂപ്പർ. ഇതുവഴിയല്ലേ വന്നത്? എന്താ പ്രസ് ന്യൂസ് റിപ്പോർട്ടർ. ഇവിടെ വന്നേ? നീ ഇതാണോ എൻ്റെ ഭാര്യ? ഇവിടെ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. വാഴകളൊക്കെ ഉണ്ട്. കുറേ വാഴത്തോപ്പ്. എന്തോ കരിമ്പാണോ 2 സൈഡ്? എനിക്കാണ് ചെറിയ പേടിയൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. കാക്കയൊക്കെ സൗണ്ട്. എല്ലാ തറവാട്ടിലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കാരണവർക്ക് ഇരിക്കേണ്ട ചെയറാണെന്ന് തോന്നുന്നു. നല്ല വ്യൂ. പൊള്ളിക്കും ഇവിടെയൊക്കെ ഒരു വീടുണ്ടെങ്കിൽ. ആണ് മെയിൻ ഡോറെന്ന് തോന്നുന്നു. അതാരാ? ഞാൻ തന്നെയാണോ? എന്താ എന്ത് പറ്റിയേ?
5 hours later. ആ സൗണ്ട് കണ്ടോ? ഭയങ്കര ഫീൽ കേട്ടോ, അടിപൊളി. സൗണ്ട് നിനക്ക് ഈ വീട് അന്യമായിരിക്കും, പക്ഷെ ഈ വീട് നിന്നെ മറക്കില്ല. ചുചും. പുറകിലൊന്നുമില്ല, കുറച്ച് ബ്ലഡൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഒരു വാതിലുണ്ടല്ലോ. ക്രൗച്ച്. നിങ്ങൾ കേട്ടോ? അവസാനം നിന്റെ ഭാര്യയെ തേടി വന്നല്ലേ? അപ്പോ എടേ ഗൈസ്, ഞാനിപ്പോൾ സ്റ്റിൽ ഇവിടെയാണ്. ഞാൻ ഇതുവരെ കളിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് ഇനിയും കളിക്കണമെന്നുണ്ട്. പക്ഷേ വീഡിയോ അധികം ലെങ്ത് ആവുന്നുണ്ട്. നമുക്കെന്തായാലും ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, തെക്ക് ഐലൻഡ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഗൈസ്. എനിക്ക് ഈ ഗെയിം അത്ര വലിയ പെർഫെക്റ്റ് ഗെയിം ആയിട്ടൊന്നും ഫീൽ ആയിട്ടില്ല. ബട്ട് ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഗൈസ്, ഇത്രയും ചെറിയൊരു ടീം ഇമാതിരി ഒരു സാധനം ഇങ്ങനെ ബിൽഡ് ചെയ്ത് നമ്മുടെ സ്റ്റീമി വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ എഫേർട്ടും അവരുടെ ടാലന്റും നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു ടീമിന് എന്തായാലും ഇത് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റത്തില്ല. അവരെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ടീമാണ്. സോ നമ്മൾ ഓരോരുത്തരും അവരുടെ ഗെയിം ബൈ ചെയ്തിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അവർക്ക് നെക്സ്റ്റ് ബെറ്റർ ആയിട്ടുള്ള ഗെയിംസ് അവർക്ക് ഇറക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഗൈസ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള ഗെയിമിംഗ് ഇൻഡസ്ട്രിക്ക് തന്നെ ഇതൊരു ബിഗ് സ്റ്റെപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അത് എപ്പോഴും കണ്ടുകൊണ്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. മാക്സിമം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്താൽ അവർ നെക്സ്റ്റ് ഇതിനേക്കാളും വേറെ ലെവൽ സാധനങ്ങൾ ഇറക്കുന്നതിന് ഒരു സംശയമില്ല. അത് നിങ്ങൾക്ക് ഈ ഗെയിം ബൈ ചെയ്ത് കളിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. കാരണം നിങ്ങൾ അത് കളിച്ച് നോക്കിയാലേ ഈ ഗെയിമിന്റെ ആ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. അത് അമ്മാതിരി അവർ കൊടുത്തിട്ടുണ്ട്, സീന് സാധനം. അപ്പോൾ അത് നമ്മൾ ഗെയിം കളിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. സോ എല്ലാവരും നിങ്ങൾ ബൈ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് തെക്ക് ഐലൻഡ് ഫുള്ള് സ്ട്രീമിംഗ് ഫിനിഷ് ചെയ്യാം ഗൈസ്. സോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ ഗൈസ്.